ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇഡ്ലിക്കടയെ കുറിച്ചാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴിൽ ഉസ്താദ് ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉസ്താദ് ഹോട്ടലിന്റെ ആ റേഞ്ചിൽ നമുക്കിത് കിട്ടിയോന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ധനുഷിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭം, മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ആണ് ഈ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ നടത്തിയിരുന്ന ഇഡ്ലിക്കട അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ പുറത്തേക്ക് ജോലിക്ക് വന്ന ശേഷം അദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മുതലാളിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. കല്യാണത്തിന്റെ 2 ദിവസം ഒരാഴ്ച മുമ്പായിട്ടാണ് അറിയാ. ധനുഷിന്റെ അച്ഛൻ മരിച്ചുപോയി. ധനുഷ് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതും ശേഷം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കടയുടെ ഗ്ലോറിയും കാര്യമൊക്കെ അറിഞ്ഞിട്ട് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയോ ഒരു മിസ്സിംഗ് ഉള്ളത് പോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അദ്ദേഹം അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നതിന് ശേഷം ആ കട നടത്തിയോ, ഇയാളുടെ ഇപ്പോഴുള്ള സത്യരാജ് എന്ന് പറഞ്ഞ ആളുടെ മകളെ കല്യാണം കഴിച്ചോ, അതോ നാട്ടിലുള്ള നിത്യാമേനെ കല്യാണം കഴിച്ചോ എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ കഥ. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം കിടിലൻ മ്യൂസിക്കാണ് ട്ടോ ഈ സിനിമയുടെ. ജി.വി. പ്രകാശാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ലെങ്കിലും ഈ സിനിമയുടെ മ്യൂസിക് നമ്മളെ ഒരുപാട് സ്ഥലത്ത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം പല ഇമോഷണൽ സീക്വൻസ് ആ മ്യൂസിക്കിന്റെ ഒരു ലെവൽ കൊണ്ട് നമുക്ക് പോകാം. നല്ല രസമുള്ള കുറേ പാട്ടുകളുണ്ട്. എൻസാമി വന്താനെ, അതുപോലെ ഒരു സാഡ് സോങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നല്ല അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പടം മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ വരുന്ന ചില ഗൂസ് ബംപ് സീക്വൻസ് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. അരുൺ വിജയൊക്കെ ഈ സിനിമയിൽ വില്ലനായി വരുന്നു. അതുപോലെ പാർത്ഥിപൻ, സത്യരാജ്, കീർത്തി പാണ്ഡ്യൻ, നിത്യ മേനോൻ, അങ്ങനെ ഒരു കിടിലൻ കാസ്റ്റിംഗ് ഉണ്ട്. രാജകിരൺ, അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് കേട്ടപ്പോൾ അത്യാവശ്യം നന്നാവുമെന്ന് വിചാരിച്ചു. പക്ഷെ തിയേറ്ററിൽ പോയി കാണാനുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ OTT റിലീസ് ആയപ്പോഴാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇപ്പൊ ഡിജിറ്റലി സിനിമ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. ബോറടി ഇല്ലാതെ അങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. വലിയൊരു ഹൈ മൊമെന്റ്സ് ഒന്നും അങ്ങനെ ഇല്ലാത്ത, എന്നാൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ല സിനിമ എന്ന് പറയാം. ഇഡ്ലിക്കട. ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനി ഇതുപോലുള്ള സിനിമകളുടെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഡയസിയറെ പടം ഞാൻ കണ്ടിരുന്നു. ആ സിനിമയെക്കുറിച്ചൊരു റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു നൈറ്റ്. സിനിമ എന്തായാലും ആ റിവ്യൂ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. പിന്നെ ഇതിലുള്ള മറ്റു വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് റിവ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയിട്ട് വല്ലാതൊരു ഇഷ്യൂലായിരുന്നു. ഇപ്പൊ ഒന്നുകൂടെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ റിവ്യൂസ് ഇനിയും റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.